ധർമ്മസ്ഥല തിരോധാന കേസിൽ വൻ വഴിത്തിരിവ്. 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യ അറസ്റ്റിൽ. ആരോപണങ്ങൾ വ്യാജമെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. മകളെ കാണാതായെന്ന പരാതി നൽകിയ ബംഗളൂരു സ്വദേശി സുജാത ഭട്ടിനെയും കസ്റ്റഡിയിലെടുക്കാനാണ് നീക്കം. കർണാടകയെ പിടിച്ചുകുലുക്കിയ വിവാദ വെളിപ്പെടുത്തലിന് ഒടുവിൽ നാടകീയ അന്ത്യം. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യയെ ഇന്ന് പുലർച്ചെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഒരു രാത്രി മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വെളിപ്പെടുത്തൽ വ്യാജമെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പരാതി നൽകിയതെന്നും ചോദ്യം ചെയ്യലിൽ ചിന്നയ്യ വെളിപ്പെടുത്തിയിരുന്നു. ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 1995-നും 2014-നും ഇടയിൽ 100-ലധികം സ്ത്രീകളുടെ മൃതശരീരങ്ങൾ മഞ്ജുനാഥ ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. തുടർന്ന് അന്വേഷണത്തിനായി കർണാടക ആഭ്യന്തര വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിൽ മണ്ണുമാന്തി നടത്തിയ പരിശോധന വിഫലമായതോടെയാണ് വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിന് സംശയം ജനിച്ചത്. അതിനിടെ 2004-ൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് മകളെ കാണാനില്ലെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ബാംഗ്ലൂർ സ്വദേശിനി സുജാത ഭട്ടിനെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളിലെന്നും മകളെ കാണാനില്ലെന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണെന്നും ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുജാത ഭട്ട് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു സുജാത ഭട്ടിന്റെ തുറന്നു പറച്ചിൽ. ആരോപണങ്ങൾക്ക് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും കർണാടക പോലീസ് അറിയിച്ചു. മീഡിയ 1 ധർമ്മസ്ഥല.